മലയാളം വാർത്താ ചാനൽ രംഗത്ത് കനത്ത യുദ്ധമുറുകുന്ന കാലത്ത് മലയാളികൾക്ക് പ്രിയമായത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. കാലങ്ങളായി ഏഷ്യാനെറ്റിന്റെ കുത്തകാട്ടി മറിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അത് വല്ലപ്പോഴും സംഭവിച്ച കാര്യം മാത്രമായിരുന്നു. ഓണക്കാലത്ത് മലയാളികളുടെ പ്രിയ വാർത്താ ചാനലിനായി ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന 35ാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിൽ 88 പോയിന്റിന്റെ വ്യക്തമായ മേധാവിത്വത്തോടെ ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും ഒന്നാമതായി തുടരുകയാണ്. 2ഉം 3ഉം സ്ഥാനത്തുള്ള വാർത്താ ചാനലുകളെക്കാൾ ഏറെ മുന്നിലാണ് മലയാളികളുടെ വിശ്വസ്ത വാർത്താ ചാനൽ. വലിയ വാർത്തകളില്ലാതെ പോയ ആഴ്ചകളായിരുന്നു കടന്നുപോയത്. ഇതോടെ സ്വാഭാവികമായും മലയാളികൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന് തന്നെ മേൽക്കൈ നൽകി. മലയാളികൾ വിശ്വസിക്കുന്ന ചാനൽ എന്നതാണ് ഏഷ്യാനെറ്റിനെ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നത്. റേറ്റിംഗ് കണക്കുകളിൽ 2ാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനലിന് 75 പോയിന്റാണുള്ളത്. ഏഷ്യാനെറ്റിനെ അട്ടിമറിക്കാൻ കുറുക്ക് വഴികളടക്കം പയറ്റിയെങ്കിലും സമീപകാലത്തായി അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ മരിച്ച വാരമാണ് റിപ്പോർട്ടർ മുന്നിലെത്തിയിരുന്നത്. അതിനുശേഷം വലിയ നേട്ടമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. 62 പോയിന്റുള്ള 24 ന്യൂസ് ആണ് 3ാം സ്ഥാനത്തുള്ളത്. മനോരമ ന്യൂസ് 4ാം സ്ഥാനത്തേക്ക് തിരികെ കയറി എന്നതാണ് മറ്റൊരു പ്രത്യേകത. പോയ വാരം ന്യൂസ് മലയാളം ചാനലായിരുന്നു 4ാം സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ 4ാം സ്ഥാനത്തിലായി ഇഞ്ചോടിഞ്ച് മത്സരമാണ് 3 ചാനലുകൾ തമ്മിലുള്ളത്. 34 പോയിന്റുകളുള്ള മനോരമ 4ാം സ്ഥാനത്തും മാതൃഭൂമി ന്യൂസ് 5ാം സ്ഥാനത്തുമാണ്. 33 പോയിന്റുമായി ന്യൂസ് മലയാളം 24x7 6ാം സ്ഥാനത്താണ്. ജനം TV 19 പോയിന്റുമായി 7ാം സ്ഥാനത്തും കൈരളി ന്യൂസ് 17 പോയിന്റുമായി 8ാം സ്ഥാനത്തുമാണുള്ളത്. ന്യൂസ് 18 കേരള 11 പോയിന്റുമായി 9ാം സ്ഥാനത്തും മീഡിയ 1 7 പോയിന്റുമായി 10ാം സ്ഥാനത്തുമാണുള്ളത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും പ്രായഭേദമില്ലാതെ മലയാളികൾ വാർത്തകൾ അറിയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണെന്ന് ബാഗ് പ്രേക്ഷക റേറ്റിംഗ് വ്യക്തമാക്കുന്ന കാര്യമാണ്. മലയാളിക്ക് ആധികാരിക വാർത്തകൾക്ക് ഏത് ചാനൽ കാണണമെന്നതിൽ ഒരു സംശയവും ഉണ്ടായില്ല. 1/4 നൂറ്റാണ്ട് പിന്നിട്ട മലയാളിയുടെ വാർത്താശീലം മാറ്റമില്ലാതെ തുടരുകയാണ്. പണം വാരി എറിഞ്ഞുകൊണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ മാർക്കറ്റിംഗ് തന്ത്രം. കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് കോടികൾ കൊടുത്ത് വാങ്ങിയതിനു ശേഷമാണ് റിപ്പോർട്ടർ TV മുന്നോട്ട് കയറിയത്. ഏഷ്യാനെറ്റ് ന്യൂസിനെ വെല്ലുവിളിക്കാൻ കോടികൾ ഇറക്കിയായിരുന്നു കേരള വിഷനിൽ റിപ്പോർട്ടർ ചാനൽ തന്ത്രം പയറ്റിയത്. കോടികൾ കൊടുത്താണ് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിന്റെ ലാൻഡിംഗ് പേജ് റിപ്പോർട്ടർ വാങ്ങിയത്. ഇതോടെ TV ഓൺ ചെയ്താൽ ആദ്യം എത്തുക റിപ്പോർട്ടർ ചാനലാണ്. ഇതോടെയാണ് റിപ്പോർട്ടർ മുന്നോട്ട് പോയത്. വാർത്തയെ പൊലിപ്പിച്ചുകൊണ്ടുള്ള വാർത്താ ശൈലിയാണ് റിപ്പോർട്ടറിന്. ഈ ശൈലിക്ക് അടിതെറ്റുന്നുവെന്നാണ് ബാഗ് റേറ്റിംഗിൽ നിന്നും വ്യക്തമാകുന്നത്.